അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലേ. ഊട്ടി പോട്ടോ 36 കണ്ടോ വേറെ പിടുത്തം വെച്ചെടുത്ത്. ന്യൂ ഇയർ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ? പേടിയുണ്ട് എങ്ങനെയാണ്? ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോ നമ്മളിവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു. ഇനി നമുക്കൊന്ന് ചടപടേന്ന് നാട്ടിൽ പോയി വന്നാലോ അല്ലേ? എന്തായാലും വെക്കേഷനൊക്കെയാണ് മക്കൾക്ക്. അപ്പോ ഞങ്ങൾ ആദ്യം പോകുന്നില്ല എന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇതാ നമ്മൾ അനു ഇവിടെ സംസാരിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അനുവിന് കൈമാറുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് വെക്കേഷൻ കിട്ടി. അപ്പൊ ഞങ്ങള് നേരെ പറയണം, നല്ലവർക്ക് നാട്ടിൽ പോവാണ്. അധികം പറയൂ. നാട്ടിൽ പോവാ. ആദ്യം ഞങ്ങൾക്ക് വേണ്ടാന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നിട്ട് പ്ലാൻ അങ്ങനെ മാറിയിട്ട് ഞാൻ പഴനിക്ക് പോണം എന്താ. എന്നിട്ട് ഞാന് നാളെ പോവാമെന്നാണ് തീരുമാനിച്ചത്. പിന്നെ അമ്മച്ചൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞു ഇപ്പൊ തന്നെ വന്നോന്ന്. അപ്പൊ ഞങ്ങൾ ആലോചിക്കാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ തന്നെ പോവാണ് ഗൈസ്. നിങ്ങള് വരുന്നെങ്കിൽ വന്നോളൂ, വേഗം വന്നോളൂ. So we have got winter vacation for 10 days. We are planning to go to Kerala and we like Kerala. We all like Kerala. The main thing why I like is that the door is always open there and we can go outside and play anytime. And I can see my cousin sister Dwayne. I like her. Once more. And I can see my cousin sister Dwayne. She's so cute guys. You should see her. If she's not there, the house is literally boring, I can say. So boring without her, no fun. Appa guys, ik orkam vettu. ഞാൻ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങും. കിടക്കുന്ന ആള്. അപ്പൊ നമ്മള് പോവുകയാണ് അല്ലേ? Yes guys, നമ്മൾ പോവുകയാണ് guys. Let's go. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ കാർ ബെഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ അല്ലേ? ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണിത്. കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഡ്രൈവൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഒരു കാർ ബെഡ്. പെട്ടെന്നൊരു സഡൻ ബ്രേക്കോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഇവർ സീറ്റിൽ നിന്ന് വീഴുന്നതും അല്ലെങ്കിൽ പോയി മുഖം ഇടിക്കുന്നതും അതൊക്കെ നമ്മൾ കാണാറുള്ളതല്ലേ. അപ്പം ഇത് കുറേ കൂടെ സേഫാണ് പിള്ളേർക്ക്. ഇങ്ങനെ ഒരു കാർ ബെഡ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതിൽ വീട്ടിലൊരു ബെഡിലിരിക്കുന്ന പോലെ അത്രയും സേഫായിട്ട് അതിലിരിക്കാം. പിന്നെ സുഖമായിട്ട് അവർക്ക് അതിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. അല്ലാത്ത സമയത്തൊക്കെ നമ്മളിവരെ മടിയിൽ വയ്ക്കുകയോ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഇത് വരില്ലേ. കുഞ്ഞു പിള്ളേരെന്ന് വെച്ചാൽ ഞാൻ ടോഡ്ലേഴ്സിനല്ല പറയുന്നത്, ഒരു 5 years പ്ലസ് ഉള്ള പിള്ളേർ മാറിയിരിക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അവരെ എടുത്ത് മടിയിൽ വെക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത്രയും ലോങ് ഡ്രൈവ് ഫുൾ വരെ മടിയിൽ വെച്ച് ഉറക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പം അതിനേക്കാളൊക്കെ ഈസി ആയിട്ടുള്ള ഒരു വേ ആണിത്. നമുക്കൊരു കാർ ബെഡ് കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണത്. ഇപ്പോൾ ഉള്ള ഒരുവിധം എല്ലാ ഫാമിലീസും ഇത് കാർ ബെഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്കറിയാം അത്. പക്ഷേ അത് വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. കാർ ബെഡിന് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് വരുന്നൊരു പോർഷനാണ് കേട്ടോ ഇത്. ഇത് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആ സീറ്റിൻ്റെ സൈഡിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ ബെഡ് താഴേക്ക് പോവില്ല. അല്ലെങ്കിൽ ഒരു സൈഡിലല്ലേ സീറ്റുള്ളൂ, മറ്റേ സൈഡ് കുഴിഞ്ഞു പോകാനും പിള്ളേർ താഴേക്ക് വീണു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് വരുന്നൊരു പോർഷനാണത്. അതിന് മുകളിലായിട്ടാണ് കാർ ബെഡ് വിരിച്ചു വെക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ കറക്റ്റാവുണ്ട്. ഇപ്പോൾ കറക്റ്റാവും. അതിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നിയത് ആ ലൈൻസിൽ മൊത്തം പൊടി കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാക്യൂം യൂസ് ചെയ്തിട്ട് കളയാവുന്നതേ ഉള്ളൂ. നമ്മളിത് ഇയർലി 1 or 2 ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പൊടി വന്ന് കയറുന്നത്. പക്ഷെ കുഴപ്പമില്ല, അതിന് മുകളിലൊരു ബെഡ്ഷീറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പം കുറച്ചുകൂടി സേഫാണ് പിള്ളേർക്ക്. അല്ലെങ്കിൽ പിന്നെ വാക്യൂം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് മുകളിലൊരു ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
ആ സൈഡൊന്ന് ശരിയാക്കി കേട്ടോ. നാട്ടിലേക്കുള്ള ഞങ്ങളുടെ ട്രിപ്പ് ഡിസംബർ 27-നായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും, കാരണം ഇത് എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ. ഇവിടുന്ന് നാട്ടിലേക്കുള്ള യാത്രയും പിന്നെ നാട്ടിൽ നിന്ന് അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ റിട്ടേൺ ട്രിപ്പും അതുകൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, നല്ല അടിപൊളി ലേക്കാ. ഞാൻ പണ്ട് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, പഠിക്കുന്നൊക്കെ സമയത്ത് ഡെയിലി ഇവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്ത് പോയിരുന്നു. നല്ല ഭംഗി അവിടെ കാണാൻ. തീരെ തിരക്കില്ലാത്ത റോഡാ. ഈ വ്ലോഗ് ഒരുപാട് ഡിലേ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഗോവൻ സീരീസിൻ്റെ ഇടയ്ക്കായിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് സിറ്റി എത്തി കേട്ടോ, മലയാളികളുടെ മെയിൻ ഏരിയ. അദ്വിക കണ്ടൂലേ അത് പെട്ടെന്ന്? ആഹാ, കൊള്ളാലോ. ഈവനിങ് ആയി, 6 o'clock കഴിഞ്ഞു. ഞങ്ങളിപ്പം തമിഴ്നാട്ടിലേക്ക് കർണാടക കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ഹൊസൂരാണ് ഇപ്പം. In 400 meters, sharp right onto NH Service Road. ഗ്ലാസ് ഓപ്പൺ ചെയ്ത് നല്ല തണുത്ത കാറ്റ്. ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ, അപ്പം നമുക്കൊരു ചായ കുടിച്ചാലോ? ഇതൊരു റെസ്റ്റോറൻ്റാണ്, എംപയർ. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്, ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോകാം എന്നുള്ള പ്ലാനിലായിരുന്നു. എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സിമ്പിൾ സ്നാക്സ് ആയിട്ട് സ്നാക്സ് ബർഗർ സാൻഡ്വിച്ച് തവ ഷവർമ. സ്നാക്സ് ഐറ്റമായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഷവർമയും പിന്നെ ഒരു എഗ് റോൾ. അതൊരു ദിശേട്ടൻ കേട്ടോ, എനിക്ക് എഗ് റോൾ ഇഷ്ടമല്ല, പിള്ളേരും കഴിക്കില്ല. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസും. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഫുഡിന് വേണ്ടി കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ഫുഡാണ്. നോർമലി നമ്മൾ കഴിക്കുന്ന ഷവർമ പോലെയല്ല ഇവിടെ, എന്തോ ഒരു സംതിങ് സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനിവർ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് കേട്ടോ, അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ കഴിച്ച് നോക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എല്ലാവരെയും കൊണ്ട് കഴിപ്പിക്കുക. കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്തു എനിക്കത്. കഴിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ പ്രോഗ്രാം നൈറ്റ് ഡ്രൈവ് ഒരു രക്ഷയില്ല, സൂപ്പർ എക്സ്പീരിയൻസ് ആണോ. ഈ ഇടയ്ക്ക് ഇതുപോലെ ഈവനിങ് വരുന്നല്ലേ, നല്ല രസമുണ്ട് ഈവനിങ്. ഓൾറെഡി 10:30 ആയി. അപ്പം ഞങ്ങൾ സേലം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയുണ്ട് കുറേ, ഇത്രയും വന്ന അത്രയും സമയം ഇനിയുണ്ട് യാത്ര. എത്താനൊരു 1 o'clock ഒക്കെ ആവുമായിരിക്കും. നൈറ്റ് ഒരു 9 o'clock ആവും. അതെ, 9 o'clock എത്തില്ല കുഞ്ഞാ, അപ്പം തന്നെ 10:30 ആയി. പിന്നെ എങ്ങനെ 9 o'clock എത്തുക? മോർണിംഗ് 9 ആണോ?
ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഒരുപാട് ലേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ ഓൾറെഡി നല്ല ലേറ്റ് ആയല്ലോ. ഞങ്ങൾ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ധ്വനിക്ക് വല്ലതും വാങ്ങാൻ പോവാം. ധ്വനിക്ക് വല്ലതും വാങ്ങാൻ പോവാം. എനിക്കറിയില്ല, നോക്കണം. പോവാൻ പറ്റെങ്കിൽ പോവും, അല്ലെങ്കിൽ ഇപ്പൊ ഷോപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ ഷോപ്പ് ഉണ്ടായല്ലോ. നമ്മൾ കേരളത്തിലെത്തി ഗൈസ്. ഇതിനെന്താ പറയാ ഈ സംഭവം? കാവടി കാവടി കാവടി. പാലക്കാട് എത്തിട്ടോ. 1 o'clock ആയി. 1 o'clock കഴിഞ്ഞു. എങ്ങനെയുണ്ട് നൈറ്റ് ജേർണി? വളരെ നന്ന്. നൈറ്റ് ട്രിപ്പിന് വരും. നൈറ്റ് വരും. ഇല്ല, ഈ സമയത്തെങ്കിലും മുന്നത്തെ നടത്തുന്നൊക്കെ വരും. ഇവിടുന്ന് 1.5 hours ആവും. കുഴപ്പമില്ല, പക്ഷെ അത്ര നല്ലതാണ്. നൈറ്റ് വന്നിരുന്നത് എനിക്ക് ഈ റൂട്ട് ഇഷ്ടമല്ല. ഏത് പാലക്കാട് റൂട്ടോ? അല്ല, സേലം വഴിയിലൊക്കെ എത്ര എത്തുന്നില്ല. അതിലൊക്കെ വേഗം സ്വാസ്ഥ്യത്തിന് റോഡ് ഋഷേണ്ണ മൈസൂർ റൂട്ടാണ് ഇഷ്ടം. മൈസൂർ റൂട്ടല്ലത് കാടല്ലേ? കാട് വഴി. എനിക്ക് കാട് പേടിയാണ്. എനിക്ക് കാട് വലിയ ഇഷ്ടമല്ല. പക്ഷെ നല്ല ഭംഗിയാണ്, അത് കൂടെ വരാനൊക്കെ നല്ലതാ. പക്ഷെ കാട് ഭയങ്കര എനിക്ക് പേടിയാണ്. നൈറ്റ് ഡ്രൈവ് മടുത്തു എന്ന് പറയണം. ക്ഷീണിച്ചു. പിന്നെ ഈ സമയത്ത് കൂടുതലും ട്രക്സ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ കൂടെ ഇങ്ങനെ വരിയായിട്ട് വരേണ്ട അവസ്ഥയാണ്. ബ്ലോക്ക് അതാണ്, നിയമവും ഇല്ലല്ലോ. പതുക്കെയല്ലേ അത് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആകെ മടുത്തു എന്ന് പറയണം. അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈമൊക്കെ കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 1 o'clock ആകുമ്പോഴേക്ക് വീട്ടിലെത്താൻ പാകത്തിന് വരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓക്കെ. എനിക്ക് പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. എനിക്ക് രാത്രി ഇങ്ങനെ ഉണർന്നിരിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്ക് നൈറ്റ് ഔളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഓക്കെയാണ്. എനിക്കിഷ്ടമാണ് നൈറ്റ് ഡ്രൈവൊക്കെ ഇഷ്ടമാണ്. രതീഷ് ഒരു മോർണിംഗ് പേഴ്സൺ ആണ്. എല്ലാ കാര്യത്തിലും ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. എന്നെപ്പോലുള്ളവർക്ക് ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തി. വിചാരിച്ച ടൈമിനേക്കാൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഏകദേശം ഒരു 2 മണിയായി കാണും. നേരം വെളുക്കാൻ സമയമായി. അച്ഛനൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഫുൾ ടൈം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ധ്വനി. അതിന് പറഞ്ഞില്ലേ, എൻ്റെ കസിനാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലേ. ഇത് ഞങ്ങൾ എൻ്റെ അമ്മൂമ്മയെ കാണാൻ വേണ്ടി ഒന്ന് പോയതാണ് കേട്ടോ. ഞാൻ നാട്ടിലെ വ്ളോഗൊന്നും അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ പോലും കൈവച്ച് തൊടാൻ തോന്നില്ലല്ലോ. നമുക്ക് ഒന്നും ഫോണും അങ്ങനത്തെ ഗാഡ്ജറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ നേരം പോകുന്ന അറിയില്ലല്ലോ. അപ്പം ഞാൻ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ. ഇതൊക്കെ ഞാൻ ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു വരാൻ സമയത്തൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. ഇതെൻ്റെ കസിനാണ്. അമ്മയുടെ ട്വിൻ സിസ്റ്റർ ഉണ്ട്, അവരുടെ മോനാണ്. അവൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തതാണ് കേട്ടോ വീട്ടിലേക്ക്. എൻ്റെ വോയിസ് ഒരു ഇത്തിരി പ്രശ്നമാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ സുഖമില്ലാതിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ത്രോട്ട് പെയിനും ജലദോഷമൊക്കെ ആയിട്ട് ഞാൻ കുറച്ചൊരു പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് വോയിസ് ആകെ മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ ജസ്റ്റ് ഒരു 3-4 ഡേയ്സ് മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ചില മൊമെൻറ്റ്സ് മാത്രമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് പിന്നെ എല്ലാവരും കൂടി ആവേശത്തോടു കൂടി പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്, അല്ലാതെ ഇങ്ങോട്ടുമല്ല. എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇനി അത് ഒരുപാട് വെയിറ്റ് ചെയ്ത് ഇരുന്ന് വലിയൊരു വിഷയമാക്കി മാറ്റണ്ടെന്ന് ഓർത്ത് വലിയൊരു അസുഖത്തിലേക്ക് പോകണ്ടല്ലോ, അതിന് മുന്നേ ഡോക്ടറെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ആ സെയിം ഡോക്ടറെ തന്നെ കണ്ടാൽ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ. അതുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. അവിടെ തന്നെ കുഴപ്പമൊന്നുമില്ല, വെയിറ്റ് ലോസ് ചെയ്യാതെ ഇനി അങ്ങോട്ട് കയറണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ മഞ്ചക്കല്ല് വരെ ഒന്ന് പോയതാണ് കേട്ടോ. രതീഷേട്ടനൊരു സ്പെക്സ് ഓർഡർ ചെയ്തിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അതിനുശേഷം എൻ്റെ അനിയത്തിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ട്, അവളെ മോളെ കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ കസിനും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ പഠിച്ചത്. ലൈറ്റ് വരുമ്പോഴാട്ടോ ധ്വനിനെ കാണുന്നത്. ലൈറ്റ് കുറവാണേ. വല്യമ്മ യൂട്യൂബ് ചാനൽ ഇടട്ടെ ധ്വനി? അദ്വിക കാണാനല്ലോ. ചേച്ചി വിളിക്കേ, അനും കൂടി ഉണ്ടോ? ചേച്ചി വിളിക്കണില്ലേ? അനു ചേച്ചിയും കൂടി. ആകെ വലിയൊരു ചേച്ചിയാ നമുക്കുള്ളത്. ഒരു ഫുൾ ഡേ കറക്കത്തിന് ശേഷം രാത്രി കേട്ടോ ഞങ്ങളൊന്ന് വീട്ടിലെത്തിയത്. ധ്വനി അവളുടെ ഡോളിനെ സേഫാക്കി വെച്ചത് കണ്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ തറവാടാണ്. ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഏകദേശം ഒരു 100 വർഷത്തിനടുത്തെങ്കിലും പഴക്കം ഉണ്ടാവും കേട്ടോ ഈ തറവാടിന്. തൊഴുതിട്ട് വരവാ. ഇതെൻ്റെ മുത്തശ്ശിയുടെ ഫോട്ടോ ആണ്, അതായത് അച്ഛമ്മയുടെ അമ്മ. ഇവിടെ ഇപ്പോൾ അച്ഛമ്മയും ചെറിയച്ഛമ്മ, അച്ഛമ്മയുടെ അനിയത്തി ഞങ്ങൾ ചെറിയമ്മ എന്നിട്ട് വിളിക്കുക, അവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഹോം നേഴ്സും ഉണ്ട്. മുകളിൽ ഞങ്ങൾ കാരണവന്മാരെ കുടിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും ഞാനിവിടെ വന്ന് തൊഴാറുണ്ട് കേട്ടോ. ഇതൊരു ഹോം ടൂർ പോലെ ഡീറ്റെയിൽ വീഡിയോസൊന്നും അല്ല കേട്ടോ. ഞാനെടുത്ത കുഞ്ഞു കുഞ്ഞു പോർഷൻസൊക്കെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ തറവാടുണ്ടായിരുന്നു, 4 കെട്ടാണ്, നല്ല ഉഗ്രനൊരു തറവാടായിരുന്നു. അപ്പോൾ അത് ഒരു വീഡിയോ എടുത്തിടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഇപ്പോൾ ഒരാളും ഇല്ല, അതാകെ കാട് പിടിച്ച് ആകെ നശിച്ച അവസ്ഥയിലാണെന്നുള്ളത്. എങ്ങനെയെങ്കിലും എനിക്ക് ആ തറവാടിൻ്റെ വീഡിയോസ് സംഘടിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പണ്ടത്തെ ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇത്. പിന്നെ അടുക്കള, ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഇവിടെ കുക്കിംഗ് ഒന്നും ഇല്ല. അച്ഛന്മാർക്ക് വേണ്ടി മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ പഴയൊരു അലമാര, ഇതിനൊക്കെ എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ 2-3 ദിവസത്തെ സന്തോഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊതി മാറിയില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആകെ 3-4 ദിവസത്തെ ലീവേ ഉള്ളൂ രതീഷേട്ടന്. അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണ്ടേ. ഇതെൻ്റെ നാടാണ് കേട്ടോ. എത്ര അവിടെ പോയി നിന്നാലും എനിക്ക് കൊതി തീരാത്ത എൻ്റെ നാടാണ്. ഏത് നാട്ടിൽ പോയി താമസിച്ചാലും എവിടെയൊക്കെ യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു കേരളത്തെ തിരയുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതെന്താണെന്നറിയില്ല, ഞാൻ എൻ്റെ നാടുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡാണ്. ഇത് പെരിന്തൽമണ്ണയാണ് കേട്ടോ. ഞാൻ പറയായിരുന്നു ഒരുപാട് മാറിപ്പോയി എന്നുള്ളത്. കാരണം എന്നെ ഇപ്പം തനിച്ചിവിടെ എങ്ങാനും കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത് എവിടെയായി ഏരിയ എന്നുള്ളതൊന്നും മനസ്സിലാവില്ല. പണ്ടത്തെക്കാളൊക്കെ ഒരുപാട് മാറിപ്പോയി. ഓരോ പ്രാവശ്യം വരുമ്പോഴും അതെ ഞാനിങ്ങനെ പറയുമായിരുന്നു എന്തൊരു മാറ്റമാണ് ഈ നാടിന് എന്നുള്ളത്. ഇത് നിലമ്പൂർ റൂട്ടാണ്. ഞങ്ങളിനി പോകുന്നത് നിലമ്പൂർ ഗൂഡല്ലൂർ വഴിയാണ്. ഞാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട് വഴി, രതീഷേട്ടന് കാട് വഴി വരാനാണ് ഇഷ്ടം. ആ കാടാണിത്. ഇനി ഇങ്ങനെ പോയിട്ട് നമ്മൾ ഒരു കാട് വഴി അങ്ങനെയാണ് പോകുന്നത്. എനിക്ക് കാട് ഭയങ്കര പേടിയാണ് ഗൈസ്. തേക്കും കാട് നിലമ്പൂര് അല്ലേ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഊട്ടി പോലെയൊക്കെ ഫീൽ ചെയ്യണം. ഇല്ലില്ല, നിലമ്പൂര്. ഈ റൂട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടി കേരളം കടി വേറെ ബോർഡറിൽ കേരളം. തമിഴ്നാട് കുറച്ചേ ഉള്ളൂ, പിന്നെ മുഴുവനുള്ളത് കർണാടക. ഈ ഇങ്ങനെ വളഞ്ഞു നിൽക്കണൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും വളരെ ഓൾഡ്. ഇതൊന്നും തേക്കല്ല, പിന്നെ ആ ഉള്ളിൽ കാണുന്നതായിരിക്കും തേക്ക് അല്ലേ? ആ ശരി, മതിലിന്റെ ഉള്ളിൽ കാണുന്നതാണ് തേക്ക്.
ആ വലിയ കാര്യമല്ല. ഇഷ്ടപ്പെട്ടു ഈ ഹോട്ടല്. ഇഷ്ടപ്പെട്ടു ഈ ഹോട്ടൽ. ഇഷ്ടപ്പെട്ടോ ഈ ഹോട്ടല്? ഡയലോഗ് കോപ്പി ചെയ്യണം. ആണോ? ഇഷ്ടപ്പെട്ടോ ഈ ഹോട്ടല്? ഫുഡ് വന്നാലല്ലേ പറയാൻ പറ്റും. ഫുഡ് കഴിച്ചിട്ട് പറയാൻ പറ്റും. അനു ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് വരാൻ പോകുന്നുണ്ടോ? ആ കറിയില്ലേ അതും കൂടി ഒരു ഓക്കെ. ഇത് കണ്ടോ? ഇത് ഞാനിപ്പം വാങ്ങിച്ചതാണേ, പുളിയച്ചാറ്. ഇതിനെന്താ പറയുക നിങ്ങൾ എല്ലാവരും ഓരോ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിതിന് പുളിയച്ചാറെന്നാണ് പറയുക. ഇതെൻ്റെ ഫേവറേറ്റാണ്. ഞാൻ വരുമ്പോഴൊക്കെ വഴിക്കടവിൽ ഇത് വാങ്ങിച്ചോണ്ട് പോകും. നൊസ്റ്റാൾജിയ അല്ലേ? പഠിക്കുന്ന സമയത്തൊക്കെ കുറേ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ ആകുമ്പോൾ. മൈ ഫേവറേറ്റ്. അങ്ങനെ നമ്മൾ നാടുകാണി ചുരത്തിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുൾ പ്ലേസേ ചേഞ്ച് ആയ പോലുള്ളൊരു ഫീലാണ്. ഭയങ്കര ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു മിനി ഊട്ടി വൈബാണ് ഇവിടെ കേട്ടോ. വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് യാത്ര ചെയ്യണം. ഭയങ്കര അടിപൊളിയാണ്, നല്ലൊരു ഫീലാണ്. ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ റൂട്ടിന് തിരക്കുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു പേടിച്ചിട്ടാണ് വന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. സാധാരണ ഞങ്ങൾ കുറേ നേരത്തെ ഇറങ്ങാറുണ്ട്, ഒരു 4 o'clock അങ്ങനെ സമയത്തൊക്കെ ഏർലി മോർണിംഗ് ആണ് ഇറങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങിയാൽ മതി എന്നൊക്കെയുള്ള ഒരു പ്ലാനിലായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴേ ഞങ്ങളത് പ്ലാൻ ചെയ്ത് കേട്ടോ പോയത്. December 31 കേട്ടോ ഞങ്ങളെ തിരിച്ചുള്ള ഈ യാത്ര. ഞാൻ ഡേറ്റ് പറയാൻ വിട്ടുപോയി. സൂപ്പർ മങ്കിയില്ലായിരിക്കും അല്ലേ? എന്നാൽ എൻ്റെ ഫോണ് തട്ടും. അടിപൊളി കേട്ടോ, ബ്യൂട്ടിഫുൾ വ്യൂ. കോയമ്പത്തൂർ ഊട്ടി, ഇവിടെയാണ് ഊട്ടി പോട്ടോ. 36 കണ്ടോ? വേറെ പിടുത്തം വെച്ചെടുത്താൽ തണുപ്പാവും. നമ്മളേക്ക് അതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിയാകുമ്പോൾ അവിടെ എത്തിയിരുന്നു. എന്നിട്ടോ നാളെ അവിടെ നിന്ന് പോകാം. അപ്പൊ അത് കറങ്ങുന്നു വേണ്ടേ? ഈ റൂട്ടൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാട്ടുപാതയിലൂടെ വന്നിട്ട് ഞാനതിൽ ടാഗ് ചെയ്യാം. അനു വയ്യാതിരിക്കുകയാണേ. അനു ഷുഗല്ലേ? ലഞ്ച് കഴിച്ച് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും അനുവിന് ചെറിയൊരു വോമിറ്റിംഗ് ടെൻഡൻസി കേട്ടോ. അതെനിക്ക് തോന്നുന്നത് ഈ കാർബൈഡിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കാർബൈഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസിക്ക് ചാൻസ് ഉണ്ട്. കാരണം വയറൊക്കെ മടങ്ങിയിരിക്കുന്നതല്ലേ, നോർമൽ കാർ സീറ്റിൽ ഇരിക്കുന്ന പോലെയല്ലല്ലോ. ഞാനൊരിക്കലും സെയിം കാര്യം ഫീൽ ചെയ്തിട്ടുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് പിന്നെയും കുഴപ്പമില്ല, അഡൾട്ട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാർബൈഡ് യൂസ് ചെയ്ത് അതിൽ ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനൊരിക്കലും ഇതുപോലെ ആദ്യത്തെ അനുവിൻ്റെ കൂടെ കാർബൈഡിൽ ഇരുന്ന് നാട്ടിലേക്കുള്ള ലോങ് ഡ്രൈവ് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അന്ന് എനിക്ക് ശരിക്കും മതിയായി. എനിക്കത് തീരെ സെറ്റായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് എൻട്രി ചെയ്തു. ഞാൻ പറഞ്ഞില്ല ഏറ്റവും പേടിയുണ്ടെന്ന് പറഞ്ഞത് കാടിനെ അല്ല, ഇതുപോലെയുള്ള മൃഗങ്ങളെയാണ് കേട്ടോ എനിക്ക് പേടി. എനിക്ക് ഈ ഒരു പോർഷൻ ഇത് കഴിയുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ടൈഗറിനെയും ലെപ്പേർഡിനെയൊന്നും പക്ഷെ ഞങ്ങൾ ഇതുവരെ യാത്രയിൽ കണ്ടിട്ടില്ല കേട്ടോ.
ഈ കുതിരവണ്ടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഏതാ സ്ഥലം എന്ന്? അതെ, മൈസൂർ എത്തി കേട്ടോ. പൂപ്പ് എത്തട്ടോ. ഇനി നമ്മൾ ഹൈവേക്കാണ് കയറിയാൽ പിന്നെ അതാ അവിടെ കേട്ടോ, ഇപ്പുറത്തെ സൈഡ് നോക്കിക്കേ, ലെഫ്റ്റ് സൈഡ് നോക്കിക്കോ, പാലസ് കാണാം. ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ, അദ്വികൊക്കെ വന്നിട്ടില്ലേ? മൈസൂർ പാലസ് ഇത് മൊത്തം ഇതിനുള്ളിലേക്കുണ്ട് പാലസ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ നമുക്ക് എന്ത് ഭംഗിയാ നോക്ക്. ആഹാ കണ്ടോ, നമ്മളിവിടെ വന്നിട്ടുണ്ടേ. അനു വാവ് മാറിയ എന്തായിരുന്നു അസുഖം? ഓക്കാനം, ഛർദി, ത്രോട്ട് പെയിൻ. നമ്മൾ തിരിച്ചെത്താറായി. അനുവിന് എവിടെ ഇഷ്ടം, ബാംഗ്ലൂരാണോ കേരളാണോ? അദ്വൈക്ക ഇഷ്ടം കേരള, കാരണം അവിടെ കാരണം കേരള ഇഷ്ടമല്ലാത്തത് കാരണം അവന് നല്ല ബാഡാണ്, ബാഡ് സീസൺ. എനിക്ക് നാടാ ഇഷ്ടം. നാടാണോ ഇഷ്ടം? അതെന്താനു അദ്വിക? നാടും ഇഷ്ടം, ബാംഗ്ലൂരും ഇഷ്ടം. നാട് ഇഷ്ടം കാരണം നല്ല രസം അവിടെ കളിക്കാൻ. പിന്നെ ബാംഗ്ലൂർ ഇഷ്ടം കാരണം കറങ്ങാനൊക്കെ സാധനങ്ങൾ ഉണ്ടാവേ. എവിടെ? ഇവിടെ ബാംഗ്ലൂര്. നാട്ടിലൊന്നും അങ്ങനെ കാണാനൊന്നും ജോളിവുഡ് ഉണ്ട്, വണ്ടർലാൻഡ്, അങ്ങനെ കുറെ. നാല് നാടാ ഇഷ്ടല്ലേ? മൈസൂര് കഴിഞ്ഞു, ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ബാംഗ്ലൂർ. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ജനറൽ ക്രോസിന്റെ അയ്യപ്പൻ അമ്പലം അവിടെ എത്താറായി. ജനറൽ ക്രോസ് ബാംഗ്ലൂരിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഫേസ് ആണ് കേട്ടോ. ഇതുപോലെയുള്ള മാർക്കറ്റ്സ് ഫുട്പാത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിരിക്കും. ഫ്ലവേഴ്സിൻ്റെ ആയിട്ടും അതുപോലെ ക്ലോത്ത്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈവനിങ് ടൈമിൽ ഇത് കൂടെ വെറുതെ ഒരു വാക്കിന് തന്നെ ഇറങ്ങിയാൽ തന്നെ നമുക്ക് മൈൻഡൊക്കെ ഫ്രഷ് ആവും. മഴ പെയ്തു അപ്പോഴേക്കും അതൊക്കെ എത്ര ഡെവലപ്പായി. സംഭ്രം കോളേജ്, ആ കോളേജിലേക്ക് പോകുന്ന റോഡാണ്. ആയിക്കോട്ടെ നമ്മൾ പോകാറുണ്ട്. ഞങ്ങൾ പണ്ട് പോകുമ്പോൾ ഈ റോഡിലൊന്നും ഇങ്ങനെ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ആവുന്നുണ്ട്. MS പാളയ റോഡ്. ലഹങ്ക എത്തി ഞങ്ങള്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പം എത്തിയേ ഉള്ളൂ. സൗണ്ട് ഉണ്ടാക്കുന്ന ആള് ലോക്കാക്ക് കേട്ടെ. അയ്യോ, ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പം എത്തിയുള്ളൂ. December 31st അല്ലേ, അപ്പോൾ നമുക്ക് ന്യൂ ഇയർ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ. നമ്മളൊരു മൂവി കാണാമെന്ന് വിചാരിച്ചു. മൂവി സർവമായ നിവിൻ പോളിയുടെ കംബാക്ക് അല്ലേ, അപ്പോൾ നമുക്കത് കാണണ്ടേ എന്തായാലും. അപ്പോൾ ഞങ്ങളെ പുതിയ വട്ട് അല്ലേ കുഞ്ഞ്, നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ മൂവി കാണാനുള്ള പോക്കാണ് കേട്ടോ. വീട്ടിൽ കയറി ഉടനെ അല്ല, വീട്ടിൽ കയറി എന്നിട്ട് മൂവി കാണാൻ പോവാണ് ഞങ്ങള്. എന്താ അഭിപ്രായം? നാട്ടിന്ന് ഇങ്ങോട്ട് വന്നപ്പോ 8 മണിയൊക്കെ ആയി കാണും. അപ്പോ 40 മിനിറ്റ്സ് റെസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളപ്പോ 9:30 പുറപ്പെട്ടു. 10:15 മൂവി തുടങ്ങി. ഞങ്ങൾ അപ്പോഴെ ബുക്ക് ചെയ്തു. എല്ലാരും പറയണ നല്ല രസമുണ്ട്. നമുക്ക്
നാട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ക്ഷീണുണ്ടോ? ചെറുതായിട്ടുണ്ട്. മൂവി കാണാനുള്ള മൂഡില്ല അപ്പൊ? മൂടില്ല, മൂട് നിർത്തണം കാണും. അത് കഴിഞ്ഞ് ഞാനും അനു കൂടി കിടന്നുറങ്ങും. ഇല്ലേ? അനു ഉറങ്ങാനോ? നല്ലതാണ്, കാണും. നല്ലതാ, നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അനുക്കുട്ട ഉറങ്ങിപ്പോയി. അനു കാണില്ലേ? മൂവി കാണില്ലേ അനു? മൂവി കാണില്ലേ? ഉറങ്ങിപ്പോയി. യാത്രാക്ഷീണം. കണ്ടു അവള് പ്രസ് ചെയ്തിട്ടാ. ഞങ്ങളൊരു സെൽഫി എടുക്കാൻ ട്രൈ ചെയ്യുന്നതിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. അയ്യോ, പിന്നെ മെയിൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ഈ വട്ട് വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. മൂവി കൊള്ളാം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് മൂവി. ഒരുപാട് നാൾക്ക് ശേഷം നിവിൻ പോളിയുടെ കംബാക്ക് അല്ലേ, അടിപൊളിയായിരുന്നു. എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു അടിപൊളി മൂവിയായിരുന്നു. അങ്ങനെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.